ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു പെണ്ണിനെ ഉപദ്രവിക്കാൻ ഇനി ഒരുത്തന്റെ കൈയും ഉയരരുത്. ഈ നാട്ടിലെ എല്ലാ സ്ത്രീകൾക്കും വേണ്ടി, നീതിക്ക് വേണ്ടി, ന്യായത്തിനു വേണ്ടി. ബാക്കിയുള്ളവരുടെ കണ്ണിലെ കൂടി കെട്ടഴിക്ക്. ഇവരില് ദേവികയെ ഉപദ്രവിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഇവരെല്ലാവരും ആ വണ്ടിയിലുണ്ടായിരുന്നു. നീ പറഞ്ഞിട്ടല്ലേ ഇവന്മാര് ദേവികയെ ഉപദ്രവിച്ചത്? അതെ, ഇവിടെ നശിപ്പിക്കാനാ ഞാൻ കൊട്ടേഷൻ കൊടുത്തത്. ചാനലിൽ ന്യൂസ് വന്നപ്പോ കൊല്ലാനും പറഞ്ഞു. പക്ഷെ ഇവന്മാരെ കൊണ്ട് അതിന് പറ്റിയില്ല. കഴിവ് കെട്ടോമാൻ. എന്റെ മോളെ നീ ലാളിച്ച് വളർത്തി എന്റെ മോളെ നീ എടാ നിന്നെ ഞാൻ കൊല്ലോടാ. എന്ത് ദ്രോഹമാടാ ഞങ്ങൾ നിന്നോടൊക്കെ ചെയ്തത്. നിങ്ങളല്ല, നിങ്ങളുടെ മോളെ എന്നെ ദ്രോഹിച്ചത്. എന്റെ ജീവിതം അവളെ തകർക്കാൻ നോക്കി. എത്ര പേരുടെ ജീവിതം നീ തകർത്തു. ഞാൻ പറഞ്ഞത് സത്യം മാത്ര. ഇനി നീ കാരണം ആരുടെയും ജീവൻ ഇല്ലാതാവരുത്. അതിനു വേണ്ടിയാ ഞാൻ പറഞ്ഞത്. ഞാൻ ഇനിയും പറയും. എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാ ഇഴഞ്ഞു പോയി പറയും. ഇവന് എന്താ ചെയ്യേണ്ടത്? എനിക്കറിയില്ല. പക്ഷെ ഒന്നറിയാം, ഇവൻ ജീവിച്ചിരുന്ന ഇനിയും ഈ നാട്ടിൽ പല പെൺകുട്ടികളുടെ ജീവിതം നശിക്കും. ഇവൻ നശിപ്പിക്കും. അതേടി, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യും. എന്നോട് ആരും ചോദിക്കാനും വരില്ല. നിന്റെ ഒന്നും നാടകം കണ്ട് ഞാൻ പേടിക്കയില്ല. നീ പേടിക്കും സാഗർ. ഇപ്പൊ നിന്റെ തല നിറയെ അഹങ്കാരമാ. പണത്തിന്റെയും അധികാരത്തിന്റെയും അഹങ്കാരം. നിനക്കും നിന്നെ പോലെ ഉള്ളവർക്കും ഞങ്ങൾ പെണ്ണുങ്ങളുടെ ജീവനോ മാനത്തിനോ ഒരു വിലയുമില്ല. ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന പുച്ഛമാണ് നിനക്ക്. ഒരു പെണ്ണിനോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരത ചെയ്തപ്പോ നീ ചിന്തിച്ചില്ല നിന്റെ അമ്മയെ ഒരു സ്ത്രീയാണെന്ന്. ചെയ്ത് കൂട്ടിയ തെറ്റുകളെല്ലാം പണവും അധികാരം കൊണ്ട് മൂടി വെച്ചാലും നിന്നോടൊക്കെ ചോദിക്കാൻ ആരെങ്കിലും ഒരാൾ വരുമെന്ന് നീ അറിയണമായിരുന്നു. പാവങ്ങളുടെ അവസാന ആശ്രയം കോടതി. ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാതിരിക്കാൻ സൃഷ്ടിച്ച നിയമത്തിന്റെ പഴുതുകൾ നിന്നെ പോലുള്ള കൊടും ക്രിമിനലുകൾ രക്ഷപ്പെടാനായി വളച്ചൊടിച്ചാൽ തീരുന്നതല്ല ലോകത്തിന്റെ ന്യായം. അത് എന്നായാലും എങ്ങനെയായാലും നടക്കുക തന്നെ ചെയ്യും. തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടും. ഒരു പെണ്ണിനെ ഉപദ്രവിക്കാൻ ഇനി ഒരുത്തന്റെ കൈയും ഉയരരുത്. ഈ നാട്ടിലെ എല്ലാ സ്ത്രീകൾക്കും വേണ്ടി, നീതിക്ക് വേണ്ടി, ന്യായത്തിനു വേണ്ടി. വേണ്ട, നിനക്ക് ഞാൻ ആരാന്ന് അറിഞ്ഞൂടാ. വേണ്ട. ഇവിടെ നടന്നതെല്ലാം ഇവിടെ അവസാനിച്ചു. കേരളത്തെ നടുക്കിയ റേപ്പ് കൊട്ടേഷൻ കേസിലെ പ്രതികളെന്ന് ആരോപിക്കപ്പെട്ട സാഗറും സുഹൃത്തുക്കളും കൊല്ലപ്പെട്ട നിലയിൽ ഇതൊരു എൻകൗണ്ടർ ആണെന്ന് പറയപ്പെടുന്നു.
പക്ഷേ പോലീസ് വൃത്തങ്ങളിൽ നിന്ന് യാതൊരു സ്ഥിരീകരണവും മീഡിയയ്ക്ക് ലഭിച്ചിട്ടില്ല. സാഗർ ഒരു മന്ത്രിപുത്രനായിരിക്കെ എൻകൗണ്ടറിന് അനുമതി നേടാൻ പ്രയാസമായിരിക്കുമെന്ന് അനുമാനിക്കാവുന്നതേ ഉള്ളൂ. കൂടാതെ മുൻകൂർ ജാമ്യവും അയാൾ കോടതിയിൽ നിന്നും നേടിയിരുന്നു. കേന്ദ്ര ഏജൻസികൾ മറ്റൊരു കേസിനായി നടത്തിയ അന്വേഷണത്തിനിടയിൽ സംഭവിച്ച എൻകൗണ്ടറാണെന്ന് അനൌദ്യോഗികമായ വിവരം ലഭിച്ചിട്ടുണ്ട്. സംഭവിച്ചത് എന്താണെങ്കിലും സാഗറിന്റെ മരണം സാധാരണ ജനങ്ങൾ ആഘോഷിക്കുകയാണ്. നിയമം നടപ്പാക്കപ്പെട്ടു എന്ന രീതിയിലാണ് ചിലർ ഇതിനെ കാണുന്നത്. എന്നാൽ ഇത് നിയമത്തിന്റെ മേലുള്ള കടന്നുകയറ്റമായി വ്യാഖ്യാനിക്കുന്നവരും കുറവല്ല. വ്യാഖ്യാനിക്കുന്നവരിരുന്ന് വ്യാഖ്യാനിച്ചോ, അവൻ ചത്തുമലന്നല്ലോ, അത് മതി. എന്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. എന്നാലും എന്റെ അമ്മേ, അമ്മ കഴിഞ്ഞ ദിവസം അവനെ അങ്ങനെ പ്രാഗിയപ്പോ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. അതാ ദേവിയുടെ ശക്തി. നീയൊക്കെ സൂക്ഷിച്ചു വേണം എന്നോട് കളിക്കാൻ. ആരാണ് ഇത് ചെയ്തതെങ്കിലും അവർക്കെന്നും നല്ലത് വരട്ടെ. ഇനി ഒരുത്തനും ഒരു പെണ്ണിനോടും ഇതുപോലൊരു കാര്യം ചെയ്യുന്നതിനെ കുറിച്ച് പോലും ചിന്തിക്കരുത്. അതെ, മനസ്സിലൊക്കെ അത്രത്തോളം ദുഷ്ടതകൾ ഉള്ളോണ്ടാണ് അവനക്ക് ഇത്രയ്ക്കും ക്രൂരതകൾ കാണിക്കണത്. ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ ദ്രോഹിച്ചാ ഇന്നല്ലെങ്കിൽ നാളെ മറുപടി പറയേണ്ടി വരും. അതെല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്നത് നല്ലതാ. അമ്മ എന്തോ കുത്തി പറഞ്ഞാലുണ്ടല്ലോ. ഞാൻ കുത്തിയും കൊള്ളിച്ചും പറഞ്ഞതല്ല. നിനക്കൊക്കെ അറിയാവുന്ന കാര്യം നേരിട്ട് തന്നെ പറഞ്ഞതാ. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കുട്ടിക്ക് ആപത്ത് വന്നപ്പോ ന്യായം പറയാൻ അറിയാം. നിങ്ങൾ എല്ലാവരും കൂടി ഇവിടെ ഒരുത്തിയെ ഒരു തെറ്റും ചെയ്യാതെ എന്തുമാത്രം ദ്രോഹിക്കുന്നുണ്ട്. അതിലൊരു ന്യായവും ഇല്ലെന്നോർത്ത് പറഞ്ഞത് തന്നെയാ. ദുർഗ തെറ്റൊന്നും ചെയ്യുന്നില്ലെന്ന് അമ്മ മാത്രമേ പറയൂ. അവൾ ആരാണ് എന്താണെന്ന് മനസ്സിലാക്കിയവർ പറയില്ല. അത് ഗിരിജ പറഞ്ഞത് ശരിയാ. ന്യായവും അന്യായം തിരിച്ചറിയാൻ പറ്റാത്ത ആൾക്കാരൊന്നും അല്ലല്ലോ ഞങ്ങള്. പറച്ചില് കേട്ട എത്ര നല്ല ആൾക്കാരാ. പക്ഷെ കയ്യിലിരിപ്പ് പറയാതിരിക്കുന്നയാ നല്ലത്. ഇനി ഞാൻ ഇവിടെ ഇരുന്നാ ശരിയാവില്ല. വെറുതെ ഒരു വഴക്കുണ്ടാക്കാൻ മൂടില്ല. മുത്തശ്ശി എന്തു പറഞ്ഞാലും അവസാനം കറങ്ങി തിരിഞ്ഞ് ദുർഗയിൽ കൊണ്ടുവരും. അതിന്റെ കൂടെ നമ്മളെല്ലാവരെയും കുറ്റം പറയുകയും ചെയ്യും. അമ്മയല്ലേ അവളെ വളർത്തിയത്, അതിന്റെ കൊഞ്ചിക്കല. അതുകൊണ്ട് ഞങ്ങളൊക്കെ മുത്തശ്ശിയുടെ കൊച്ചുമക്കളല്ലാതാകോ? മുത്തശ്ശിക്ക് എപ്പോഴും ദുർഗയെ പൊക്കി പറയലാ സമയം. ഞങ്ങളൊന്നും കണ്ണെടുത്താ കണ്ടൂടാ. എപ്പോഴും കുറ്റപ്പെടുത്തല് മാത്രമേ ഉള്ളൂ. അതെ, അത് മാറാൻ ഒരു വഴിയേ ഉള്ളൂ. അമ്മയുടെ മുന്നിൽ എല്ലാവരും ദുർഗയെ സ്നേഹിച്ചാ മതി. എന്തിന്? അപ്പൊ അമ്മ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന നിർത്തി സ്നേഹിക്കും. ആ സ്നേഹം ഞങ്ങക്ക് വേണ്ടെങ്കിലോ? അതെ, അവളെ സ്നേഹിച്ചിട്ട് കിട്ടുന്ന ഒരു പ്രയോജനവും ഞങ്ങൾക്ക് വേണ്ട. ഇനി നിങ്ങൾ അങ്ങനെ ചെയ്യൂന്ന് പറഞ്ഞാലും ഞങ്ങൾ സമ്മതിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഹലോ, ഞാൻ മുമ്പ് വിളിച്ചിട്ടുണ്ട്, മറന്നില്ലാന്ന് കരുതുന്നു. ജേർണലിസ്റ്റ് അരുന്ധതി മിശ്ര എന്ന കള്ളപ്പേര് വിളിക്കുന്ന ആളല്ലേ?